നമുക്ക് വായിക്കാം ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വചനം. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബാനോനിലെ വീഞ്ഞിൻ്റെത് പോലെ ഇരിക്കും. നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. തികഞ്ഞ ദൈവസാന്നിധ്യം ഈ പ്രാർത്ഥനയ്ക്കകത്ത് ഉണ്ട്. ദൈവത്തിൽ നിന്ന് ജനം അകന്നുപോയി അവർ ദൈവത്തിലേക്ക് വരുന്നതിനെ പ്രവാചക ഭാഷയിൽ വിവരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ നിഴലിൽ നീ പാർക്കുകയാണെങ്കിൽ ഇനിയും നിനക്ക് ധാന്യം വിളയും, ഇനിയും നിന്റെ മുന്തിരിവള്ളി കിളിർക്കും, ഇനിയും നിന്റെ കീർത്തി ദേശത്ത് പരക്കും. ദൈവത്തിൻ്റെ നിഴലിൽ പാർക്കുന്നൊരു മനുഷ്യനുണ്ടാകുന്ന 3 അനുഗ്രഹങ്ങളാണ് പ്രവാചകൻ ഇവിടെ പ്രവചിക്കുന്നത്. ഇതിൻ്റെ ആത്മീയ അർത്ഥം മാത്രമാണ് ആമി വെളിപ്പെടുത്തിക്കൊണ്ടു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ നിഴലിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതോടൊട്ടാണ് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകാൻ പോകുന്നത്. സങ്കീർത്തന പുസ്തകങ്ങൾക്കകത്ത് ദാവീദ് ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നുണ്ട്. ആമി 17-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെയും 9-ാമത്തെയും വാക്യമാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന വായിച്ചുകൊണ്ട് നമുക്ക് സന്ദേശം ആരംഭിക്കാം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ. 2 കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുക. ഒന്ന്, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണം. എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കൾ എന്നെ എത്തിപ്പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണം. ഇപ്പം 2 പദങ്ങൾ അവധി എടുക്കുകയാണ്. ഒന്ന്, കാക്കേണമേ. 2, മറയ്ക്കണമേ. ഒരു ദൈവ പൈതൽ എക്കാലത്ത് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചൊരു ദൈവ പൈതൽ ദൈവത്തിൻ്റെ കാവലിലാണ്. എത്ര പേർക്ക് ആ ഉറപ്പുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ ഉറപ്പില്ലാത്തവർ ഇന്ന് ആ ഉറപ്പ് പ്രാപിക്കണം. ഇവിടെ പ്രാർത്ഥിക്കുക. എങ്ങനെ കാക്കണം? കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കണം. എന്നാൽ 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ആദ്യം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ 17-ാം സങ്കീർത്തനം. 16-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ദൈവത്തിന്. അപ്പം ഈ ഭക്തൻ ആഗ്രഹിക്കുവാണ്, എനിക്ക് ദൈവത്തിൻ്റെ കാവലിൽ ജീവിക്കണം. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ ഒരു കാര്യം പറയാം. നിന്റെ എതിരാളി എത്ര കരുത്തനാണെങ്കിലും നീ പേടിക്കണ്ട, നീ ദൈവത്തിൻ്റെ കാവലിലാണ്. അത്ര വലിയ സ്ട്രോങ് കാവലാണ് ദൈവം നിനക്ക് ഇട്ടേക്കുന്നത്. ഞാനിന്ന് ആദ്യ ചില ഭാഗങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ പോവുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മനുഷ്യരും പിശാചും ചേർന്ന് പല നിഗൂഢ പദ്ധതികളും നമുക്കെതിരെ ഇടും. പക്ഷേ അതൊന്നും നിന്നെ തൊടാതിരിക്കുന്ന എന്താന്ന് ചോദിച്ചാൽ ആ പദ്ധതികൾക്ക് അടുക്കാൻ വയ്യാത്തൊരു കാവല ദൈവം നമുക്ക് ഇട്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് നിന്നെ ഉപവസിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്നറിയാമോ? നീ പറയും ഉപവാസം കൊണ്ടാ വിടുതൽ കിട്ടിയെന്നല്ല, ദൈവത്തിൻ്റെ കാവൽ സ്ട്രോങ് ആണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ ബൈബിളിൻ്റെ വെളിപ്പാടിലോട്ട് വരാം. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. എന്നെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണമേ. അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ചാൽ നീ ദൈവത്തിൻ്റെ കാവലിലാണെന്ന് പറ. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ കാവലിലാണ്. സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഒത്തിരി പേര് തകർന്നു പോകേണ്ടടുത്ത് നീ തകർന്നില്ല. കാരണം ദൈവത്തിൻ്റെ സ്ട്രോങ് ആയ കാവൽ നിനക്കുണ്ട്. അത് ഞാൻ എന്താണെന്ന് ബൈബിളിൽ നിന്ന് വെളിപ്പെടുത്തി തരാം. ചിലർ പറയും, പാസ്റ്ററെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നുമില്ല, വലിയ വിടുതലൊന്നും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. നീ ഭയങ്കര സ്ട്രോങ് ആയ ഒരു കാവലിലാണ്. കാരണം ശത്രു പരാജയപ്പെടുകയും നീ ജയിക്കുകയും ചെയ്യും. അതിന് ഒരു മാറ്റവും. എത്ര പേർക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയും? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ 141-ാം സങ്കീർത്തനം ദാവീദ് വീണ്ടും ചമയ്ക്കുമ്പോൾ
9-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും കെണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. എന്നെ കാക്കണേ. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. അപ്പൊ ആരൊക്കെയോ നിനക്ക് എന്തോ വെച്ചിട്ടുണ്ട്, കണി വെച്ചിട്ടുണ്ട്, ആരൊക്കെയോ നിനക്ക് കുടുക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് അകപ്പെടാതെ വണ്ണം എന്നെ എന്ത് ചെയ്യണം? കാക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ കുറച്ച് നാൾ മുമ്പ് ഒരു ഫാമിലി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാനായിട്ട് വന്നപ്പം അവരെന്നോട് ഇങ്ങനെ പറയുക, പാസ്റ്ററെ ഞങ്ങളെ ദൈവം എന്തുമാത്രം കാക്കുന്നുണ്ടെന്ന് പാസ്റ്റർക്ക് അറിയാമോ? ഞാൻ പറഞ്ഞൊന്ന് പറഞ്ഞാട്ടെ. അങ്ങനെയൊക്കെ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ നമ്മളീ പോരാട്ടമേ പറയത്തുള്ളൂ, നമ്മളെ ദൈവം കാക്കുന്ന വഴികളൊന്നും അടുത്തൊരാളോട് പറയത്തില്ല. അപ്പോൾ അവർ പറയുക, ദൈവത്തിന് സ്തോത്രം, എൻ്റെ അച്ചായൻ വലിയ പാസ്റ്ററൊന്നുമല്ല, പക്ഷെ ഒരു പ്രാർത്ഥനക്കാരനാണ്. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം പറഞ്ഞു, എന്നോട് പറഞ്ഞു, ആ പുള്ളിക്കാരത്തി പറയുക, എൻ്റെ അനുജത്തി സ്തോത്രം കൊളക്കട താമസിക്കുന്നുണ്ട് സ്തോത്രം. അനിയത്തിയുടെ വീട് വരെ നമുക്ക് നാളെ രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകണം. അപ്പം അച്ചായനും ഉണ്ട്, അമ്മാമ്മയും ഉണ്ട്, 2 ആമക്കളും ഉണ്ട്. മൂത്തവൻ കോളേജിൽ പഠിക്കുക. അവരെന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ഹല്ലേലൂയ. അവരുടെ കാറും എടുത്തോണ്ട് ഹല്ലേലൂയ കൊളക്കടയിലുള്ള അവരുടെ വീട്ടിൽ പോയി ആ രാത്രി മുഴുവൻ അവർ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ വീട്ടുകാർ ചോദിച്ചു, എന്തോ പറ്റി അറിയിക്കാതെ വന്നേ? അവർ പറഞ്ഞു, അറിയത്തില്ല, ഞങ്ങൾക്ക് ഇന്നലെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്നൊന്ന് തോന്നി സ്തോത്രം. അപ്പം ആ ചേട്ടത്തി അനിയത്തിയും കൂടെ വഴക്ക് പറഞ്ഞു, ഒന്ന് പറഞ്ഞിട്ടൊക്കെ വേണ്ട വരാൻ, വൈകിട്ട് ആഹാരമൊക്കെ കൊടുക്കുന്നത് എങ്ങനെയാ? അച്ഛൻ പറഞ്ഞു, ആഹാരമൊന്നും വേണ്ട, ഇന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് അവർക്കും അറിയത്തില്ല. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് അവർ തിരിച്ചിവിടെ വന്നു സ്തോത്രം. തിരിച്ചു വന്നപ്പം അവരറിഞ്ഞു, ഇവരുടെ മോൻ്റെ കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മോനെ ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് കേൾക്കാനിടയായി സ്തോത്രം. കുറച്ചു നേരം കഴിഞ്ഞപ്പം എന്തുവാണെന്നറിയത്തില്ല, അപ്പുറത്തെ വീട്ടിലെ അച്ചായൻ്റെ വീട്ടിലും പോലീസ് വന്ന് അച്ചായൻ്റെ വണ്ടി പോലീസ് കൊണ്ടുപോയി. അപ്പോൾ ഇദ്ദേഹം എന്തുവന്ന് അറിയാനായിട്ട് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, എന്തടാ ഒരബദ്ധം പറ്റി, എൻ്റെ മോൻ്റെ കൂട്ടുകാരനും നിൻ്റെ മോൻ്റെ കൂട്ടുകാരനുമായ കൂട്ടുകാരനെ ഇന്നലെ അവന്മാരുടെ വണ്ടി കേടാന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിങ്ങളുടെ വീട്ടിൽ തപ്പി വന്നപ്പോൾ നിങ്ങൾ അവിടെ ഇല്ല. അവർ പറഞ്ഞു, അവൻ സാധാരണ അവരുടെ വണ്ടിക്ക് പ്രോബ്ലം വന്ന ഈ വണ്ടിയാണ് എടുക്കുന്നത് സ്തോത്രം. എന്നാൽ ആ വണ്ടി എടുക്കാതെ ഇവരവിടെ ഇല്ലാഞ്ഞുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ കയറി ചോദിച്ചു, അച്ഛാ വണ്ടി ഒന്ന് തരാമോ, പിള്ളേർക്ക് ഒരു സ്ഥലം വരെ പോകാനാന്ന് പറഞ്ഞ് ആ പിള്ളേരുടെ അപ്പനാ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷെ പോയ വഴിക്ക് അതിൽ ഒരുത്തൻ ആ വണ്ടിയെ കഞ്ചാവ് വെച്ചിട്ടുണ്ടായിരുന്നു. പോയ വഴിക്ക് കൊണ്ടുപോയതാ കഞ്ചാവ്. എന്തായാലും വേണ്ടിയല്ല, എല്ലാം അകത്തായി സ്തോത്രം. ആ വണ്ടി അകത്തായി, ആ ഉടമസ്ഥനും വണ്ടിയുടെ ഓണറും അകത്തായി. ഈ മനുഷ്യൻ, എൻ്റെ ഭാര്യ എന്നോട് പറയുക, പാസ്റ്ററെ അന്ന് രാത്രി സ്തോത്രം എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന സ്വപ്നം കണ്ടില്ലായിരുന്നെങ്കിൽ ഈ അച്ഛൻ വണ്ടി ചോദിച്ചാൽ 2 വട്ടം കൊടുക്കും. 1 വട്ടമല്ല 2 വട്ടം കൊടുക്കും. കാരണം മോൻ്റെ കൂട്ടുകാരൻ എന്നാൽ കൊടുക്കും. മോനെ കാട്ടി കൂട്ടുകാരെ ഇഷ്ടം അപ്പനാ. ഹല്ലേലൂയ. അപ്പോൾ പറയുക സ്തോത്രം, വലിയ കുരുക്കിലകപ്പെട്ടേനും, പക്ഷേ പാസ്റ്റർക്കറിയോ ഞങ്ങളുടെ മേലുള്ള കാവൽ ഭയങ്കരമാണ്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. ദൈവത്തിന് സ്തോത്രം. നിനക്ക് പല കുടുക്കുകൾ വരുമ്പോഴും അതിലൊന്നും ചെന്ന് കയറാതെ ഹല്ലേലൂയ എൻ്റെ ദൈവം നിന്നെ കാക്കുക. നിന്റെ സമശിഷ്ടങ്ങൾ പലരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അതിലൊന്നും കുടുങ്ങാതെ നിന്നെ ദൈവം കാത്തെങ്കിൽ ഓർത്തോണം, നീ ദൈവത്തിൻ്റെ വലിയ കാവലിലാണ്. അടുത്തിരിക്കുന്നവൻ തൊട്ടേച്ച് പറ, ഞാൻ ദൈവത്തിൻ്റെ വലിയ കാവലിലാന്ന് പറ. ഹല്ലേലൂയ. ഒന്ന് തിരിഞ്ഞു നോക്കിയേ. ഹല്ലേലൂയ. എത്രയെത്ര അനുഭവങ്ങൾ നിനക്കുണ്ടായിട്ടുണ്ട്. നിനക്ക് എപ്പോഴേലും ഫീൽ ചെയ്തിട്ടുണ്ടോ നീ ദൈവത്തിൻ്റെ കാവലിലാന്നുള്ളത്? ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് പലതുകൊണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിനക്ക് വരേണ്ട പല അനർത്ഥങ്ങളും തലമുടി നാരിയുടെ വ്യത്യാസത്തിൽ ഒഴിഞ്ഞു പോകുമ്പോൾ നീ ഓർത്തോണം, ഏതോ ഒരു കാവല്. നിങ്ങൾക്കറിയാമോ, ഞാൻ സ്തോത്രം ഇന്ന് ഞാൻ ചുമ്മാ ഇവിടെ ഇരുന്ന് ചിന്തിച്ചപ്പോഴേ ഈ യോസഫിൻ്റെ സഹോദരന്മാർക്ക് തോന്നി യോസഫിനെ ചുമ്മാ ഇട്ടൊന്ന് തട്ടിക്കളിക്കാമെന്ന്. ഇപ്പൊ യോസഫിൻ്റെ സഹോദരന്മാർ യോസഫിനെ തട്ടിക്കളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പൊത്തിഫറിന് തോന്നി പൊത്തിഫറിന്റെ വീട്ടിലുള്ളവർക്ക് തോന്നി യോസഫിനെ ഒന്ന് തട്ടിക്കളിക്കാവും. കാരാഗ്രഹത്തിൽ ചെന്നപ്പോൾ കാരാഗ്രഹത്തിലുള്ളവർക്ക് തോന്നി തട്ടിക്കളിക്കാന്ന്. പക്ഷെ അടുത്തപ്പോഴാണ് മനസ്സിലായത് അവിടെയെല്ലാം ദൈവത്തിന്റെ കാവലുള്ളതുകൊണ്ട് സകലർക്കും യോസഫ് അനുകൂലമായി വെളിപ്പെടാൻ തുടങ്ങി.
മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോടൊരു ദൂത് പറയാം. പ്രതികൂലം മാറിയില്ലെങ്കിലും അതിനകത്ത് ദൈവത്തിന്റെ കാവൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നീ ചില പ്രശ്നത്തിനകത്തൂടെ പോയത് തകർക്കാനല്ല, ആ കാവൽ തിരിച്ചറിയാനാണ്. നിങ്ങൾ തിരിച്ചറിയണം, ദൈവത്തിന്റെ കാവൽ എനിക്കുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എത്ര വലിയ പ്രതിബന്ധം വന്നാലും ആ കാവലിനകത്താണ് നീ. ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഒന്ന് ചിന്തിക്കാം. ദൈവത്തിന് സ്തോത്രം. അവിടെ വായിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു. ഹല്ലേലൂയ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും, അവർ എനിക്ക് വെച്ചിരിക്കുന്ന കെണിയിലും ദുഷ്പ്രവർത്തിക്കാരുടെ കുടുക്കുകളിലും കുടുക്കിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കേണമേ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ആര് നിനക്ക് എന്ത് ദോഷം ചെയ്താലും പേടിക്കണ്ട, കാവൽ സ്ട്രോങ്. വിശ്വാസമുണ്ടോ? കാവൽ സ്ട്രോങ് ആണ്. ചിലര് പറയും നിന്നെ അവൻ ഒതുക്കും. വെറുതെ ഒതുക്കത്തില്ല, കാവൽ സ്ട്രോങ് ആണ്. എത്ര പേര് അതിനാമിയും പറയാൻ പറ്റുമോ? നോക്കി, ഇസ്രായേൽ മക്കളോട് ഒരിക്കൽ ദൈവത്തിന്റെ ദാസനായ മോശയോട് ദൈവം സംസാരിക്കുക. ഒരു വീടിന് ഒരാട്ടിൻകുട്ടി വീതം അറുക്കപ്പെടണം. ആടിന്റെ രക്തം കട്ടളക്കാലിലും കുറുമുടിയിലും പുരട്ടണം. മറ്റൊരു നോക്കിയപ്പോ, എടാ ഇവിടന്മാരെല്ലാം കൂടെ ഇപ്പൊ ആടിനെ അറുക്കുന്നു, ചോര തേക്കുന്ന, എന്തുവാ പരിപാടി? സ്തോത്രം. അല്പം കഴിയുമ്പോ എന്തുവാന്നറിയാം. എല്ലാ വീടുകളിലും അനർത്ഥം താണ്ഡവ നൃത്തം ആടിയപ്പോൾ തമ്പുരാൻ ആ വീടിന്റെ കാവൽ ഉറപ്പിക്കുക. ചിലപ്പോൾ നിനക്ക് ഉപവസിക്കാൻ നിയോഗം തരുന്നത് ചിലതൊക്കെ നിന്റെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാ. ചില അനർത്ഥങ്ങൾ നീങ്ങിപ്പോകാനാ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ, ഞാൻ ദൈവത്തിന്റെ കാവലിലാന്ന് പറഞ്ഞേ. ഒന്ന് വാ തുറന്ന് പറഞ്ഞ, ഞാൻ ദൈവത്തിന്റെ. ഞാനൊരു കാര്യം പറയാം, കെണിയിൽ ചെന്ന് കയറിയിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലതാ കെണിയിൽ ചെല്ലാതെ പ്രാർത്ഥിക്കുന്നു. എനിക്കെന്തോ ദൈവാത്മാവ് ഒരു ബോധ്യം തരിക. ആരൊക്കെയോ എവിടൊക്കെയോ ചില കെണി വെച്ചിട്ടുണ്ട്, അതിനകത്ത് നീ ചെന്ന് കയറത്തില്ല. കാരണം ദൈവത്തിന്റെ കാവൽ സ്ട്രോങ് ആണ്. രാവിലെയും വൈകിട്ടുമുള്ള നിന്റെ പ്രാർത്ഥന, ഉച്ചയ്ക്കുള്ള നിന്റെ പ്രാർത്ഥന, അർദ്ധരാത്രിയുള്ള നിന്റെ പ്രാർത്ഥന, നിനക്ക് വരേണ്ട എല്ലാ വിപത്തുകളിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കും. കാവൽ സ്ട്രോങ് ആണ്. എത്ര പേര് അതിന് ആമീൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ട് പോകാം. ഇനി ഏതെങ്കിലും കെണിയിൽ ചെന്ന് കയറിയാൽ വിടുതലില്ലയോ? ഉണ്ട്. സങ്കീർത്തനത്തിൽ വാക്യമുണ്ട്, അവനെ നിന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. എങ്ങനെ വിടുവിക്കും? ദൈവത്തിന് സ്തോത്രം. വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നിങ്ങളുടെ പ്രാണൻ വഴുതി പോന്നിരിക്കുന്നു. കണി പൊട്ടി നാം വഴുതി പോന്നിരിക്കുന്നു. ഒരാമയും പറഞ്ഞാട്ട്. ഏതെങ്കിലും ഒരു കെണി നിനക്ക് വീണിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട, അത് പൊട്ടിക്കാനും ദൈവം വിശ്വസ്തനാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തരിക. ആമീൻ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചില കെണി പൊട്ടി ചിലരൊക്കെ പുറത്തു വരാൻ പോവുക. നിന്റെ നന്മ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുവാന്നോ, ഇന്നത് പൊട്ടും. വേട്ടക്കാരൻ വല വിരിക്കുന്നത് പോലെ നിന്റെ നന്മയെ വല വിരിച്ചിരിക്കുന്നെങ്കിൽ ആ വിരിച്ചിരിക്കുന്ന വലയെല്ലാം ഇന്നത്തെ പ്രയറിൽ പൊട്ടണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. അമ്മ ദൈവത്തിന് സ്തോത്രം. അമ്മ ബൈബിളിൽ ഒരു വലിയ വാഗ്ദത്ത വചനമുണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, ദൈവത്തിന്റെ കാവലിലാ നാം. എന്തുവാ സ്ട്രോങ് കാവലിലാ. ഞാനൊരു കാര്യം പറയാം, അതൊക്കെ ഒന്ന് ഇച്ചിരി ഒന്ന് പുറകോട്ടുള്ള ചരിത്രം ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ അറിയാതെ നിന്ന് സ്തുതിക്കും. കാരണം എത്ര വട്ടം നിന്നെ തകർത്ത് കളയാൻ ചിലർ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ തകർക്കാൻ പറ്റത്തില്ലെന്ന്. മനസ്സിലായി? ലാബാൻ വിചാരിച്ച് യാക്കോബിനെ ചുമ്മാതങ്ങ് വിടാമെന്ന്. പക്ഷെ അടുത്തപ്പോഴാണ് മനസ്സിലായ അടുക്കാൻ പറ്റത്തില്ല. അത്ര സ്ട്രോങ് കാവലിലാണ് അവന്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ആരോടൊക്കെയോ ദൈവാത്മാവ് പറയാം, നീ വില കുറഞ്ഞ് നിന്നെ ചിലർ കാണുന്നുണ്ട്, പക്ഷേ അടുക്കുമ്പോഴാണ് അറിയുന്നേ നീ സ്ട്രോങ് ആയ ഒരു കാവലിലാണ്. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് കർത്താവിനെ സ്തുതിക്കും. ഈ ദൈവത്തിൻ്റെ കാവല് നിങ്ങൾക്കറിയോ, ഈ പ്രതിസന്ധി വരുമ്പോൾ തമ്പുരാൻ എങ്ങനെ കാക്കുന്നതെന്ന് അറിഞ്ഞാലേ നമുക്ക് സ്തുതിക്കാൻ വകയുണ്ടാക്കത്തുള്ളൂ.
കാക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കാക്കുന്നത്? യെശയ്യാ പ്രവാചനത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. എങ്ങനെയാണ് ദൈവം കാക്കുന്നതെന്ന് അവിടെ പ്രവാചകൻ വെളിപ്പെടുത്തുന്ന ഭാഗം വായിക്കാം. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും. എങ്ങനെ കാക്കുന്നേ? നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ കാക്കും. ഈ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പം നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ആരോ ഒരാള് നമ്മുടെ കയ്യെ പിടിക്കുന്ന ഫീല്. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ചില ആവൽ ഘട്ടങ്ങൾ വരുമ്പം നമ്മളെ ആരോ നിയന്ത്രിക്കുന്നൊരു ഫീല്, ആരോ നമ്മളെ കൈക്ക് പിടിച്ചോണ്ട് നടക്കുന്നൊരു ഫീല്. നിങ്ങൾ ശ്രദ്ധിക്കണം, തീച്ചൂളക്കകത്ത് യഹൂദ ബാലന്മാരുടെ കൈക്ക് മാത്രമല്ല പിടിച്ചത്, ഇന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ കൈക്കും പിടിക്കുന്നവനാ ദൈവം. എത്ര പേർക്ക് മനസ്സിലാകും? സ്തോത്രം. ചിലതൊക്കെ ചോദിക്കും, നിന്റെ കൂടെ ആരുണ്ട്? നിനക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടോ? നിനക്ക് മതപരമായ ബന്ധമുണ്ടോ? രാഷ്ട്രീയ ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരാൾ ഞങ്ങളെ കൈക്ക് പിടിച്ച് കാക്കുക. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ ഒരിക്കൽ ഒരു വലിയ മനുഷ്യൻ്റെ വീട്ടിൽ കൺവെൻഷൻ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ചെന്ന സമയത്ത് ഹല്ലേലൂയ, ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എങ്ങനെയാ രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിച്ചു. അപ്പം ആ മനുഷ്യൻ പറയുന്നു, സ്തോത്രം, ഞാനിവിടെ മനോഹരമായൊരു വീട് വെച്ചു, എന്നെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു, എനിക്ക് പിള്ളേരും മക്കളും മരുമക്കളും ഒക്കെ വർദ്ധിച്ചു, ഓരോരുത്തരും ഓരോ വണ്ടി വാങ്ങിച്ചു. അപ്പം റോഡിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നിടത്ത് ഞങ്ങൾക്ക് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി പോകാൻ പറ്റൂ. അങ്ങനെ ചില ബുദ്ധിമുട്ട് വന്നപ്പം തൊട്ടടുത്ത് ഇച്ചിരി സ്ഥലമുള്ള ഒരു മനുഷ്യനോട് ഇന്ന് ചോദിച്ചു, സ്തോത്രം, ഞങ്ങൾക്ക് സ്തോത്രം ആ വഴി കുറച്ച് തരാമോ? പുള്ളി പറഞ്ഞ് തരത്തില്ല, ആകെ എനിക്ക് വളരെ കുറച്ച് സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. സ്തോത്രം. അപ്പം ഇദ്ദേഹത്തിന് വീട് വേറെ മാറി വെക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് വണ്ടി ആ വഴിക്കൂടെ വരണം. അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു ബെൻസ് ഇങ്ങനെ വരുമ്പോൾ ഒരു ഓടി ഇങ്ങനെ പോകണമെന്നാണ്. ആഗ്രഹമൊക്കെ നല്ലതാണ്. പക്ഷേ ഈ തൊട്ടപ്പുറത്ത് ഇച്ചിരി സ്ഥലമുള്ള മനുഷ്യൻ, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ വേലി കൊന്നക്കമ്പ് കൊന്നക്കമ്പ് കിളിച്ചേക്കുന്ന ആ വേലി കുറച്ച് ഓല അവിടെ വെച്ച് കെട്ടിയിട്ടുണ്ട്. പുള്ളി കുറച്ച് രാഷ്ട്രീയക്കാർക്ക് പൈസ കൊടുത്തു, സോദരൻ ഈ വേലി പൊളിച്ചു തരാൻ. അവർ പറഞ്ഞു, പിന്നെ 4 കൊന്നക്കമ്പ് പറിച്ച് കളയാനാണ് വേട് എന്നും പറഞ്ഞ് ആദ്യത്തെ ഗ്രൂപ്പിന് കാശ് കൊടുത്തു. കാശ് കൊടുത്ത ഗ്രൂപ്പുകാരൻ വരുന്ന വഴിക്ക് അറിഞ്ഞു അവൻ്റെ ഭാര്യയ്ക്ക് പെട്ടെന്നൊരു ബുദ്ധിമുട്ടുണ്ടായി, ഹോസ്പിറ്റലായെന്ന്. ഇന്ന് വരെ ഉണ്ടാകാത്ത ഒരു കാര്യമാണ്. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അടുത്ത ആൾക്ക് പൈസ കൊടുത്തു, അയക്കും ഒരു ആക്സിഡന്റ് ഉണ്ടായി, അയാളും തിരിച്ചുപോയി. 2 കൂട്ടരായപ്പോൾ ഈ പുള്ളിക്കൊരു സംശയം, 4 കൊന്നക്കമ്പ് പറിക്കാൻ ഇത്ര വലിയ പാടാണോ? ഇയാള് നേരെ ആ മനുഷ്യന്റെ വീട്ടിൽ ചെന്നപ്പോൾ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആൾക്ക് കാശ് കൊടുത്തിട്ട് എന്നാ കൊന്നക്കമ്പ് പറിക്കാൻ പറ്റാത്തേ? ആ മനുഷ്യൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അതൊക്കെ എനിക്കറിയാം, അതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. നീ ഒരു സൈന്യം വന്നാൽ ഇവിടുത്തെ ഒരു കമ്പിളക്കുകയല്ല. അതിനെന്നാ കാരണം? എൻ്റെ വസ്തുവിന് ചുറ്റും ഒരു കാവലുണ്ട്. ആ മനുഷ്യൻ ആദ്യമായിട്ട് കേൾക്കുക, കൊന്നക്കമ്പ് നാട്ടിയ പറമ്പിന് ചുറ്റും കാവലുണ്ടെന്ന്. ആ മനുഷ്യൻ ചോദിച്ചു, ആ കാക്കുന്നവൻ്റെ പേര് പറയാം. അവൻ പറഞ്ഞു, യേശു എന്നാ. ആ തറയിൽ വെച്ച് മുട്ടുകുത്തി യേശുവിനെ സ്വീകരിച്ചതാണ്. ഞാനൊരു ദൂത് നിന്നോട് തുറന്നു പറയാം, മതിൽ കെട്ടിയില്ലെങ്കിലും റിമോട്ട് ഗേറ്റ് ഇല്ലെങ്കിലും നിനക്ക് സ്ട്രോങ് ആയ ഒരു കാവലുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കർത്താവേ, എനിക്കൊരു കാവൽ നീ തന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒന്നോർത്ത് നോക്കി, നിന്നെ തകർത്ത് കളയത്തക്ക എത്ര പ്രതിബന്ധം വന്നിട്ടും ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് നിന്നോട് അടുക്കാത്ത തന്നെ ഒരാൾ നിന്നെ കൈപിടിച്ച് കാക്കുക. അവരോടും ഇവരോടും ഒക്കെ പറഞ്ഞു, നിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, തകർത്ത് കളയും, അവൻ്റെ കുടുംബം വെളുപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടും വെളുപ്പിക്കാൻ ഇറങ്ങിയവൻ വെളുക്കുവല്ലാതെ നീ വെളുക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ? നിന്നെ ഒരാൾ കൈക്ക് പിടിച്ച് കാക്കുക. പ്രാർത്ഥിക്കുന്നവൻ പറയണം, അവൻ എന്നെ കൈക്ക് പിടിച്ച് കാക്കും. ഇനി ഈ കാക്കുന്നവൻ്റെ വിശേഷത ബൈബിളിലുണ്ട്. ബൈബിളിൽ ആ വിശേഷത ഞാനൊന്ന് പറഞ്ഞു കേൾപ്പിക്കാം. ദൈവത്തിൽ നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ 12 മണിക്കൂർ അല്ല അവൻ കാവൽ, 24 hours. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്നെ കാക്കുന്നവൻ
മയങ്ങുകയില്ല. ഒന്ന് വായിച്ചു കേൾപ്പിക്കാമോ? 121 സങ്കീർത്തനം 3 വാക്യം. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. അല്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. അവിടെ തൊട്ട് വായിച്ചാൽ മതി. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, മയങ്ങത്തില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല. ആരെല്ലാം നിന്നെ മറന്നാലും അവൻ നിന്നെ മറക്കത്തില്ല. അവൻ മയങ്ങത്തില്ല, ഉറങ്ങത്തില്ല. 24 hours നീ ദൈവത്തിന്റെ കാവലിലാണ്. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നീ ദൈവത്തിന്റെ കാവലിലാണ്. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. അടുത്തോടെ വായിച്ചേ. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. അവൻ നിന്റെ വലത്തുഭാഗത്തും നിനക്ക് തണൽ. ഇവിടെ രാമിയും പറയണം, നിന്റെ വലത്തുഭാഗത്ത് ദൈവം തണൽ. ഒരാമിയും പറഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിൽ ആരോ മുകളിൽ കൊട വിരിച്ചു നിൽക്കുന്നെന്ന്, അവൻ നിനക്ക് തണലാന്ന്. മനസ്സിലായവരെ സ്തോത്രം ചെയ്യാവൂ. അപ്പൊ ഒരു ചോദ്യം, ആരെയും ഭയപ്പെടാതെ നമുക്ക് എവിടെയും പോകാം. എന്നാ? കൈക്ക് പിടിച്ച് കാക്കുന്നൊരു ദൈവമുണ്ട്. എന്തോ? കൈക്ക് പിടിച്ച്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സമയത്തൊക്കെ ഈ ചില പ്രതിസന്ധിയിലൊക്കെ നമ്മൾ തളർന്നു പോകുമ്പോൾ, ഒരിക്കലും ഒരു വലിയ പ്രതിസന്ധി ഞാൻ തളർന്നിരിക്കുക, കരഞ്ഞോണ്ടിരിക്കുക, ഒരു സ്ഥലത്ത് ഒരു മുറിക്കകത്ത് കയറി കരഞ്ഞോണ്ടിരിക്കുക. പാസ്റ്റർമാരൊക്കെ കരയോ? പിന്നെ ഞങ്ങൾ മനുഷ്യരില്ലയോ? നമ്മളെ ചിലർക്ക് കരയിപ്പിക്കുന്ന ഒരു സുഖമാണ്. എന്നെ ഒരാൾ ഭയങ്കരമായിട്ട് കരയിപ്പിച്ചു. അങ്ങനെ ഞാനൊരു മുറിക്കകത്ത് ഇരുന്ന് കരയുക. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരു ദൈവദാസന്റെ റൂമൊക്കെ ഇടയ്ക്കൊന്ന് പോയി കാണണം. അവൻ കരയുന്ന സ്ഥലമുണ്ട്, അവൻ നിലവിളിക്കുന്ന സ്ഥലമുണ്ട്, അവൻ ആരും കാണാതെ പ്രാർത്ഥിക്കുന്ന സ്ഥലമുണ്ട്. നിങ്ങൾക്കറിയാമോ? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ കയ്യെ വന്ന് ഒരാൾ ബലമായി പിടിച്ചു പറയാം, മുമ്പോട്ട് പോകാൻ. ഞാൻ ഇന്നുമായി എൻ്റെ ശരീരത്തുനിന്ന് ഫീല് പോയിട്ടില്ല. കണ്ടോ? അതിൻ്റെ അർത്ഥം എന്തുവാ? നീ കേട്ടതിനെ പേടിക്കണ്ട, അറിഞ്ഞതിനെ പേടിക്കണ്ട. നിന്നെ അത്ഭുതകരമായി അതിൽ നിന്ന് വിടുവിക്കാൻ പോവാ. ചിലരോടൊക്കെ കർത്താവിൻ്റെ ആത്മാവ് പറയാം, നിന്നെ കൈക്ക് പിടിച്ചു കാക്കും. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. ഇനി ദൈവം എങ്ങനെ കാക്കുന്നതെന്നൊക്കെ ബൈബിളിലുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ വാക്യമുണ്ട്, പക്ഷി ചുറ്റിപ്പറന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പെട്ടെന്ന് വായിച്ചു പോകാൻ ദൂതിലോട്ട് വരട്ടെ. 31 അധ്യായത്തിന്റെ 5-ാമത്തെ വചനം ശ്രദ്ധിച്ചു കേട്ടെ. ജീസസ് പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. നിന്നെ കൈക്ക് പിടിച്ച് കാക്കുന്നത് കൂടാതെ നിന്നെ ചുറ്റിപ്പറന്ന് കാക്കണമെന്ന് തോന്നിയാൽ ദൈവം നിന്നെ ഒരു പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്ന പോലെ സൈന്യങ്ങളുടെ യഹോവ ദൈവം നിന്നെ ചുറ്റിപ്പറന്ന് കാക്കും. നിങ്ങൾ നോക്കി, ധൈര്യത്തോടെ നിനക്ക് കടന്നുറങ്ങാം. ഒരാമയും വരുന്നില്ല. നിന്നെ തകർക്കുമെന്നൊരു വെല്ലുവിളി ഉണ്ടെങ്കിലും ധൈര്യത്തോടെ ഉറങ്ങാം. കാരണം പക്ഷി ചുറ്റി പറക്കുന്ന പോലെ നിന്റെ വീടിന് ചുറ്റും ചുറ്റി പറന്ന് കാവൽ നിൽക്കാൻ ദൈവം ശക്തനാണ്. ദൈവമക്കളെ, ഈ വാക്യമൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം എന്നാണെന്നറിയോ? നിങ്ങൾ ചില സമയത്ത് അങ്ങ് ബലഹീനരായി പോകും. ചില വെല്ലുവിളി കാണുമ്പോൾ നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഒരു മല്ലൻ 40 ദിവസമായി ഇസ്രായേൽ നേരെ വെല്ലുവിളിക്കുക. അവന്റെ നടുവിലോട്ട് ഒരു ഇടയച്ചറക്കൻ ഇറങ്ങിച്ചെല്ലാൻ കാരണം എന്നാ? എതിർക്കാനുള്ള ആയുധം കയ്യിലില്ലാഞ്ഞിട്ടും അവൻ കയറി ചെല്ലാനുള്ള കാര്യം അറിയാമോ? അവനറിയാം, ഈ എതിരാളിയുടെ മുമ്പിൽ എൻ്റെ കാവൽ സ്ട്രോങ് ആണ്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. എന്നോട് ദൈവം പറയുക, ചില വെല്ലുവിളികളുടെ മുമ്പിൽ നിന്നെ നിർത്താൻ പോവാ ദൈവം. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ നിന്നെ നിർത്താൻ പോവാ ദൈവം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ചില വെല്ലുവിളിയുടെ ശബ്ദം ഉടനെ നിലയ്ക്കും. ഓ ഹല്ലേലൂയ. ഈ നിങ്ങൾക്കറിയാമോ, ഒരാൾ ധൈര്യഹീനനാകുമ്പോഴാണ് അവൻ പരാജയപ്പെടുന്നത്. എന്തുവാ? ധൈര്യഹീനനാകുമ്പോഴാ പരാജയപ്പെടുന്നത്. എന്നാൽ ധൈര്യം ഉണ്ടായാൽ എന്ത് ചെയ്യും? ചിലർ കണ്ടിട്ടില്ലയോ? എത്ര വലിയ പ്രോബ്ലം ഉള്ളത് അവര് മൈൻഡ് ചെയ്യത്തില്ല. അവര് നല്ല ഒന്നാന്തരമായിട്ട് KFC വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. ബ്രദറെ, വലിയ പ്രോബ്ലം ഇല്ലയോ? ആ പ്രോബ്ലം വന്നോണ്ട് എന്നാ അതിന്റെ കാരണം?
അദ്ദേഹത്തിന് ഉറപ്പുണ്ട്, ഞാനൊരു സ്ട്രോങ് ആയ ഒരു കാവലിലാണ്. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? നിന്റെ വീട്ടിൽ വരുമെന്ന് പറയുന്ന പലതും നിന്റെ വീടിന് ഭവിക്കത്തില്ല. 91 സങ്കീർത്തനം 11 വാക്യം. നിന്റെ എല്ലാ വഴികളിലും നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ഒരു നല്ല ഹല്ലേലൂയ. നിന്റെ എല്ലാ വഴികളിലും എല്ലാ വഴികളിലും. എല്ലാരും കൂടെ പറഞ്ഞ എന്തുവാ എന്ന് പറ? എല്ലാ. ഓക്കെ, പറഞ്ഞ ഇച്ചിരി ശബ്ദം പറയാം. എല്ലാ. അപ്പൊ ഒരു കാര്യം നിങ്ങളോട് പറയാം, അതിന് മുകളിലത്തെ വാക്യം ശ്രദ്ധിക്കണം. ഒരനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ. കാരണം വേണ്ട, നിന്റെ എല്ലാ വഴിയിലും നിന്നെ കാക്കേണ്ടതിന്. ഈ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു സ്ഥലത്ത് കിടന്നുറങ്ങിയ കാര്യമൊക്കെ പറഞ്ഞു. പുള്ളി ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരം എന്ന് പറഞ്ഞു. ഈ തുറന്നിട്ടേക്കുന്ന സ്വർഗവും വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഭീകരാന്തരീക്ഷം. അമ്മ ചെവി ചെന്ന് പറഞ്ഞു, ഇവിടെ പെട്ടെന്ന് പൊക്കോണം, നിന്നെ കൊല്ലുന്ന കാര്യം അവൻ അപ്പനോട് പറയുന്നത് കേട്ടു, ഒരു മിനിറ്റ് പോലും നിൽക്കരുത്. ഞാനിപ്പം അടുക്കളയിൽ ചെന്ന് അവനോട് വല്ല വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കാം, ആ സമയം കൊണ്ട് നീ ഓടിക്കോണം എന്നൊക്കെ പറഞ്ഞൊരു ഭീകര അന്തരീക്ഷം വീട്ടിൽ നിന്ന് കേട്ടാച്ചാ വെളിയിൽ വന്നേ. പക്ഷേ ഒരു സ്ഥലത്ത് കിടന്നൊന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പം മൊത്തം അന്തരീക്ഷവും ചേഞ്ചായി. കേട്ടോ, ഞാനൊരു കാര്യം നിന്നോട് പറയാം. നിന്നെ ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങൾ ചിലർ സൃഷ്ടിക്കുമ്പോഴും നീ ഒരു കാര്യം ഓർത്തോണം, നിന്റെ മുകളിൽ ഒരു നിഴല് വരിക. നിനക്ക് സ്വപ്നതലം തുറന്നു തരുന്ന എന്നിട്ട് ആ മനുഷ്യൻ അവിടെ കിടന്നുകൊണ്ട് എഴുന്നേറ്റൊരു നേർച്ച ദൈവത്തിന് മുമ്പിൽ നേർന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. ആ നേർച്ച നിങ്ങളൊന്ന് കേൾക്കണേ. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിന്റെ 20 വാക്യത്തിൽ അവനൊരു നേർച്ച ദൈവത്തിന് മുമ്പിൽ നേരുക. ശ്രദ്ധിച്ച് കേൾക്കണം. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും. അവന്റെ ആഗ്രഹമാണ്, ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും. ഈ പോകുന്ന യാത്രയിൽ എന്നെ കാക്കണം. ഇവിടെ നിന്നോണ്ടൊരു വെളിപ്പാടൂടെ പറയുക. ഈ ദിവസങ്ങളിൽ ദൈവം കാക്കുന്ന ചില യാത്ര ആർക്കൊക്കെയോ ഒരുക്കപ്പെടാൻ പോവാ. തിരിച്ചറിവുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവിടെ നിൽക്കുമ്പോ പ്രവചിക്കാൻ എന്നോട് പറയുന്നു, ദൈവം കാക്കുന്ന ചില യാത്ര. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഈ പ്രാർത്ഥന ചില തടസ്സങ്ങളെ വഴിമാറ്റും. ദൈവം നിനക്കൊരു യാത്ര ഒരുക്കാൻ പോവുക. ആ യാത്രയിലെല്ലാം ദൈവം നിന്നെ കാക്കും. ഹല്ലേലൂയ. ആമീൻ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കാവലിൽ ഒരു യാത്ര ഉണ്ടാകാൻ പോവാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എന്നിട്ട് വായിച്ചു കേട്ടെ. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. അവൻ പറയുക, കർത്താവേ, നീ എന്നോട് കൂടെ ഇരിക്കണം. ഞാൻ പോകുന്ന വഴിയിലെല്ലാം എന്നെ കാക്കണം. ഭക്ഷിപ്പാൻ ആഹാരം ധരിപ്പാൻ വസ്ത്രവും എന്ന് പറഞ്ഞാൽ എനിക്കൊന്നിനും കുറവില്ലാതെ എന്നെ എന്റെ അപ്പന്റെ വീട്ടിൽ സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്താൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിന്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ലാബാൻ എത്ര മിടുക്കനായിട്ടും യാക്കോബിനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടും യാക്കോബിനെ ഒതുക്കാൻ പറ്റാഞ്ഞത്? യാക്കോബ് ചോദിച്ചത് ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പോകുന്ന എല്ലായിടത്തും എന്നെ കാക്കണം. ഒരാമ്യം വരുന്നില്ല. വില്ലന്മാരായ ലാബാന്മാരുള്ള സ്ഥലത്തു എന്നെ കാക്കണം. ഗ്ലോറി ടു ഗോഡ്. എന്റെ നന്മയെ തട്ടിപ്പറിക്കുന്നവന്റെ മുമ്പിലും എന്നെ കാക്കണം. എന്നെ വെറും കൈയോടെ വിടാൻ തീരുമാനിക്കുന്നവന്റെ മുമ്പിലും എന്നെ കാക്കണം. ഞാനൊരു വലിയ വെളിപ്പാട് പറയാം. ഗ്ലോറി. ചില മിടുക്കന്മാര്
നിന്റെ മുമ്പിൽ തോക്കാൻ പോവാ. ചില കുടില തന്ത്രങ്ങൾ നിന്റെ മുമ്പിൽ പരാജയപ്പെടാൻ പോവാ. ലോർഡ് ഹല്ലേലൂയ. ദൈവം നിന്നെ കാക്കുന്നുണ്ടെന്ന് നീ തിരിച്ചറിയുന്ന നിമിഷങ്ങൾ വെളിപ്പെടാൻ പോവാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയാം, നിന്നെ എന്തോ ഒരു പദ്ധതിക്ക് വേണ്ടി ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അമ്മി പ്രാർത്ഥിക്കുന്നവൻ വരണം, ഞാൻ ദൈവത്തിന്റെ കാവലിലാണ്. മനസ്സിലായോ? സ്തോത്രം. ആരുടെയൊക്കെയോ അലട്ടിയ ഭയമൊക്കെ ഇന്ന് വിട്ടുപോകാൻ പോവാ. ലോർഡ്, നിങ്ങൾക്കറിയോ, ഈ ഒരു മനുഷ്യൻ ധൈര്യത്തോടെ ജീവിക്കുന്നത് തന്നെ എത്ര അനുഗ്രഹമാണ്. അടുത്തിരിക്കുന്നവരോട് ഒന്ന് ചോദിച്ചോ, ധൈര്യത്തോടാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. ഈ ചെറുക്കൊക്കെ ആർക്കേലും രോഗം വന്നാൽ മതി, അപ്പോഴത്തേക്കും നമുക്ക് ഭയം വരും. ചിലരോട് ചോദിക്കും എന്തുമായിരുന്നു, അപ്പം ക്യാൻസർ ആയിരുന്നു. അപ്പം എന്തുമായിരുന്നു ലക്ഷണം? പറഞ്ഞു, ഇവിടെ ഒരു കുഞ്ഞു തടിപ്പ് ആദ്യം വന്നതാ. പിന്നെ ആ വിവരം എല്ലാം അങ്ങ് മനസ്സിലാക്കിയ ശേഷം അന്ന് വൈകിട്ട് മുതൽ എവിടെ നോക്കിയാലും അവർക്ക് തടിപ്പാ, ഭയമാ. ഈയിടെ ഒരു ബ്രദർ അദ്ദേഹത്തിന്റെ വൈഫിനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. പുള്ളിക്കാരത്തിക്ക് അതിഭയങ്കര കാലുവേദനയാ, ഭയങ്കര കാലുവേദനയാ. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രസംഗിക്കുന്ന എനിക്കും കാലുവേദനയുണ്ട്. കാലുള്ള എല്ലാവർക്കും മിക്കാറും ഒരു കാലുവേദന ഇല്ലാത്ത ഒരു കൈ വെക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ 4-3 പേര് വഴി മുക്കുമായിരിക്കും. ബാക്കി എല്ലാവർക്കും എന്തോ ഉണ്ട്. അപ്പൊ ഈ പുള്ളിക്കാരത്തിയോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരത്തിയുടെ ഒരു കസിന്റെ വീട്ടിൽ കല്യാണത്തിന് പോയി. അപ്പൊ പുള്ളിക്കാരത്തിന്റെ കൂടെ പഠിച്ച ഒരാൾക്ക് ഇതുപോലെ കാലുവേദനയെന്ന് ടെസ്റ്റ് ചെയ്തപ്പം സ്തോത്രം ക്യാൻസറാണ്. അന്നേരം മുതൽ പുള്ളിക്കാരത്തി എല്ലാ ഡോക്ടർമാരും അടുക്കലും കാലുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ പോവാ. എന്താ പ്രശ്നം? ഈ ധൈര്യമില്ലായ്മ. ദാവീദ് പറഞ്ഞു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം അല്ലെങ്കിൽ എന്റെ ഉള്ളിൽ ബലം നൽകി എന്നെ. അപ്പൊ പ്രാർത്ഥനയിലാ എന്തോ കിട്ടുന്നേ? ധൈര്യം. ഒരാമയും പറഞ്ഞാട്ട് ഇന്നിവിടുന്ന് പോകുമ്പോൾ ധൈര്യപ്പെട്ടേ പോകാവൂ. നിങ്ങൾക്കറിയാം, ഇനിയും ഒരാൾക്ക് രോഗം ഉണ്ടെങ്കിലും അതിന്റെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്തുവാ? ധൈര്യ. മിണ്ടുന്നില്ലല്ലോ. ധൈര്യ. ഒരു ക്യാൻസർ ഉള്ള ഒരു മകള്, അവർക്ക് എനിക്ക് തോന്നുന്നു 4 പിള്ളേരാ, ഗൾഫിലാ. 4th സ്റ്റേജ് കഴിഞ്ഞു. ഒരു വെല്ലൂര് വന്ന് ട്രീറ്റ്മെന്റ് നടത്തുക. എല്ലാ ദിവസവും എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവാ, എല്ലാ ദിവസവും എനിക്ക് മെസ്സേജ് അയക്കും. എവറി ഡേ അവിടെയുള്ള അപ്ഡേഷൻ. മിക്ക ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഇവൾ അഭിഷേകത്തിൽ. കഴിഞ്ഞ ദിവസം ട്രിവാൻഡ്രത്ത് തന്നെ കാണാൻ വന്നേച്ച് പറഞ്ഞു, ഈ ആഴ്ച തിരിച്ച് ഞങ്ങള് ഗൾഫിലോട്ട് പോവാ ജോലിക്ക്. ആണോ പ്രശ്നം? എത്ര രോഗമുണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ധൈര്യം, എത്ര കടബാധ്യത ഉണ്ടെങ്കിലും അതിനെ അതിജീവിക്കുന്ന ധൈര്യം ദൈവം നിന്റെ ലൈഫിൽ പ്രോഗ്രാം ചെയ്തു വെച്ചിരിക്കുക. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് ധൈര്യപ്പെടാൻ പറ. ഇടയ്ക്കിടയ്ക്ക് എത്ര സ്വപ്നങ്ങൾ നിനക്ക് തന്നു. ഓ ലോർഡ്, എന്നിട്ടൊന്നും നീ ധൈര്യപ്പെടുന്നില്ല. ഞാൻ നിങ്ങളോട് പറയാം, ആകെ 70, 80, 90 വർഷമുള്ളൊരു ലൈഫാ. അതിനകത്ത് 20 വർഷം ബാല്യകാലമാ. 20 വർഷം കഴിഞ്ഞിട്ടുള്ള സ്തോത്രം. പിന്നെ ഈ 90 പറഞ്ഞാലും ഒരു 80 കൂട്ടിയാ മതി. പിന്നെ 60 വർഷം. ഈ 60 വർഷം ഉരുകി ജീവിക്കുന്ന എന്തിനാ? അവിടാണ് ധൈര്യം. ഉള്ളത് കൊണ്ട് നല്ലതായിട്ട് ജീവിക്കാൻ പഠിക്കണം. എത്ര പേര് ആമീൻ പറയും? അടുത്തിരിക്കുന്ന ആളോടൊന്ന് ടെൻഷൻ അടിക്കാതെ ജീവിക്കാൻ പറ. ഈ ഞാനൊരു കാര്യം പറയാം, ഞാൻ എടുക്കുന്നൊരു തീരുമാനം, വരുന്നതിനെ വരുന്നിടത്ത് വെച്ച് കാണാം. വരുന്നതിന് അതൊരു നല്ല തീരുമാനം. അത് വന്നേ പിന്നെ എൻ്റെ മൊത്തം ടെൻഷൻ പോകും. വരുന്നതിന് ഭാഷയ്ക്ക് ടെൻഷനുണ്ടോ? പിന്നെ ഭാഷ എന്തോ ഉരുക്കൊണ്ടുണ്ടാക്കിയാണ്. മനുഷ്യനാന്നേ. നിങ്ങൾ പാപ്പച്ചൻ്റെ മോൻ, ഞാൻ ജോർജിന്റെ മോനെന്നേ ഉള്ളൂ.
നിങ്ങൾ ചിന്നമ്മയുടെ മോൻ, ഞാൻ അമ്മയുടെ മോനെന്നേ ഉള്ളൂ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ചോദ്യം, ഇതിനെല്ലാം അതിജീവിക്കുന്ന എവിടാ? നമുക്ക് നമ്മുടേതല്ലാത്തൊരു ധൈര്യം. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ധൈര്യപ്പെട്ടേ പോകാവൂ. ഒരു രോഗമാകട്ടെ, ഒരു ബന്ധനമാകട്ടെ, ഒരു പോരാട്ടമാകട്ടെ, നിന്നെ തകർക്കത്തില്ല. നീ ദൈവത്തിന്റെ കാവലിലാണ്. എത്ര വാക്യങ്ങൾ ഞാനിപ്പോ എടുത്ത് നിരത്തി വെച്ചു. നീ ദൈവത്തിന്റെ കാവലിലാണ്. ഇനി എടുക്കാനുണ്ട്, പക്ഷെ ഞാൻ അങ്ങോട്ടല്ല പോകുന്നേ. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് മനസ്സുകൊണ്ട് പറഞ്ഞ്, ഞാൻ ദൈവത്തിന്റെ കാവലിലാന്ന് പറ. യാക്കോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാൻ, ഞാൻ പോകുന്നിടത്തെല്ലാം നീ എന്നെ കാത്ത്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടത് ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും. അവൻ ദൈവത്തോട് പറയാ, കർത്താവേ, ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കണം. ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക്. അർത്ഥം എന്തുവാ? ഒന്നിനും കുറവില്ലാത്തൊരു ലൈഫ്. ഒരാമയും വരുന്നില്ല. എന്തോ ഒന്നിനും. സത്യത്തിൽ നമുക്ക് അങ്ങനെയുള്ള ധരിക്കാൻ വസ്ത്രത്തിന് വില കുറവുണ്ടോ? ഉണ്ടോ? ആഹാരത്തിന് വില അത് ഇച്ചിരി കൂടിപ്പോയോന്നുള്ള സംശയമേ ഉള്ളൂ. അത് കൂടിപ്പോയാൽ വേറെ കുഴപ്പമൊന്നുമില്ല. അവരുടെ തന്നെ അനുഭവിച്ച് കുറച്ചോളം കുറച്ച് കഴിയുന്നു. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പം അതിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ നീ പോകുന്നിടത്തെല്ലാം ദൈവം നിന്നെ കാക്കും. ലാബാൻ എന്തുകൊണ്ടാ യാക്കോബിനെ തൊടാൻ പറ്റാഞ്ഞേ? അവനെ 10 പ്രാവശ്യം പ്രതിഫലം മാറ്റിയിട്ടും ദൈവം ന്യായം വിധിച്ച് അതെല്ലാം യാക്കോബിന്റെ കൈ കൊടുത്തു. പുറകെ വന്നിട്ട് ദൈവം പറഞ്ഞു, അവന്റെ കൂടാരത്തിൽ കയറരുത്, ഗുണമോ ദോഷമോ മിണ്ടരുത്, കാരണം അവൻ എന്റെ മകനാണ്. ഒരാമയും വരുന്നില്ല. ശത്രു അടുത്ത് വരുന്നത് കാണുമ്പോൾ ഒന്നും പേടിക്കരുത്. നീ ദൈവത്തിന്റെ സ്ട്രോങ് കാവലിലാണ്. എത്ര പേർ അതിന് ആമയും പറയും? എത്ര വലിയ പ്രതിബന്ധം വന്നാലും നീ പതറരുത്. നീ ദൈവത്തിന്റെ കാവലിലാണ്. ഒരു വാക്യം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി എങ്ങനെയാ കാക്കുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 10-ാമത്തെ വചനം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ഹല്ലേലൂയ. അതിന്റെ മുഴുവൻ വായിക്കണ്ട. ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കുമെന്ന് പറവി. ഒരിടയൻ തന്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കുമെന്ന് പറവി. അവനെ കാക്കുമെന്ന് പറ. എങ്ങനെ? ഒരു ഇടയൻ ആടിനെ കാക്കുന്ന പോലെ ദൈവം നമ്മളെ കാക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എത്ര വലിയ ഹിംസ്വര ജീവികൾ മുമ്പിൽ വന്നാലും തമ്പുരാൻ നിന്നെ കാവൽ ചെയ്യും. അപ്പൊ ഞാൻ ആ വായിച്ച വാക്യത്തേക്ക് തിരിച്ചു വരിക. നമുക്ക് സ്തോത്രം 17-ാം സങ്കീർത്തനത്തിലേക്ക് ഒന്ന് തിരിച്ചു വരാം. എന്നിട്ട് ആ പ്രധാന ദൂതിലേക്ക് നമുക്കൊന്ന് പോകാം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണം. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണം. എന്നെ മറക്കണമേ. നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലരൊക്കെ നിന്നെ പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ പിടിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ കാവൽ അത്ര സ്ട്രോങ് ആണ്. ഇസ്രായേൽ മക്കൾ ഒരിക്കലേ ചെങ്കടലിന്റെ മുമ്പിലെത്തി. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ദൈവം നമ്മളെ കൊണ്ടുപോകുന്ന വഴി നമുക്ക് മനസ്സിലാക്കാൻ വലിയ പാടാണ്. ഞാനൊരു വെളിപ്പാടിലൂടെ പറയാം. ലോർഡ് ചെങ്കടലിന് മുമ്പിൽ എത്തിയപ്പോൾ അവരുടെ അകത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക്. മിസ്രൈമിൽ
ശവക്കുഴി ഇല്ലാഞ്ഞാണോ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ഞങ്ങളെ മിസ്യമ്മർക്ക് വേല ചെയ്യാൻ വിട്. ഇതെല്ലാം പറയാൻ കാരണം അവരുടെ വഴി മുമ്പിൽ ബ്ലോക്ക് ആയത് കണ്ടോണ്ട്. സ്തോത്രം. എന്നാൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ചെങ്കടൽ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ വലുവല്ലായിരുന്നു, ഇസ്രായേൽ മക്കൾ ചെങ്കടലിനെ മുമ്പിൽ ചെല്ലുവായിരുന്നു. നിന്നെ ചിലതിന്റെ മുമ്പിൽ തമ്പുരാൻ എത്തിച്ചെങ്കിൽ അവിടം കൊണ്ട് അവസാനിപ്പിക്കാനല്ല, ആർക്കും ചെയ്യാത്തൊരു കാര്യം നിനക്ക് വേണ്ടി ചെയ്യാനാണ്. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ ഒരു വഴി ഒരുക്കുന്ന ഫീൽ ഹോളി സ്പിരിറ്റ് കാണിച്ചു തരുക. ഓ താങ്ക് യു ലോർഡ്. നിന്നെ നിരാശപ്പെടുത്തിയ വിഷയത്തിനകത്ത് ആർക്കു വേണ്ടിയും തുറക്കാത്തൊരു വഴി നിനക്ക് വേണ്ടി ഓപ്പൺ ആകാൻ പോവുകയാണ്. ഗ്ലോറി ടു ഗോഡ്. വിശ്വാസ കണ്ണാലെന്ന് കാണാമോ? എന്നോട് കർത്താവ് പറഞ്ഞു, അത് എന്നോട് തന്നെ ഒരു ദൂതായിട്ട് ദൈവം പറയുക, കേൾക്കുന്ന നിന്നോടൊരു ദൂതായിട്ട് പറയുക. ഇന്ന് നീ വീട് വിട്ടിവിടെ വരുമ്പോ നീ കണ്ടത് ബ്ലോക്കായ റൂട്ടാ, പക്ഷെ അതിനകത്ത് തമ്പുരാൻ വഴി വരച്ചിട്ടുണ്ട്. ഞാൻ അവിടോട്ട് അങ്ങ് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇസ്രായേൽ മക്കൾ തലപൊക്കി നോക്കിയപ്പോ മിസ്രൈമ്യർ പുറകെ വരും. ഇനി കർത്താവിന്റെ കാവലിനെ കുറിച്ച് പഠിക്കാൻ പോവാം. ആ സമയത്ത് ഒരു കാര്യം നടന്നു. നമുക്കൊന്ന് വായിക്കണം. പുറപ്പാട് പുസ്തകം ഹല്ലേലൂയ 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ ശ്രദ്ധിക്കണം. അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിന്നാലെ നടന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. മുമ്പിൽ വഴി ബ്ലോക്കാ. ദൂതൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഫറവോൻ പുറകെ വരുന്നോണ്ട് മുമ്പിൽ നിന്ന ദൂതൻ പുറകിൽ വന്നു. അടുത്തതൂടെ മേഘസ്തംഭം അവരുടെ മുൻപിൽ നിന്ന് മാറി അവരുടെ മുമ്പിൽ നിന്ന മേഘസ്തംഭം മാറി പിൻപിൽ പോയി ഇപ്പോ പുറകിൽ വന്നു. സ്തോത്രം. അടുത്ത വാക്യം കൂടെ. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും രാത്രി മുഴുവൻ മിസ്രൈമ്യരുടെ സൈന്യവും ദൂതൻ പുറകിൽ, മേഘസ്തംഭം പുറകിൽ നിൽക്കുക. ചോദ്യം, മുമ്പിലല്ലേ ദൂതൻ വഴിവെട്ടണ്ടേ? അത് ദൂതനല്ല വെട്ടുന്നത്, ആ നിയോഗം മോശയ്ക്ക് കൊടുത്തേക്കുക. ദൂതന്മാരിപ്പോ പുറകിൽ വന്നു. അടുത്ത കേട്ടെ. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. അടുക്കാൻ കൊതിക്കുന്നവന് അടുക്കാൻ വയ്യാത്ത ഒരു കാവൽ ദൈവം സൃഷ്ടിക്കുക. ഒരാമയും പറഞ്ഞു തുടങ്ങണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൂത് വിവരിക്കുമ്പോൾ എവിടൊക്കെയോ കാവലുകൾ മാറുകയാ. ഏത് വഴിക്കൂടാ നിനക്ക് പ്രതിബന്ധം, അവിടേക്ക് ദൂതന്മാർ മാറുന്നു, അവിടേക്ക് ദൈവ സാന്നിധ്യം മാറുന്നു, അവിടേക്ക് ദൈവത്തിന്റെ കാവൽ. മനസ്സിലാവുന്നവരെ സ്തോത്രം ചെയ്യാം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫറവോന് അടുക്കാൻ കൊതിയുണ്ട്, പക്ഷേ അടുക്കാൻ പറ്റത്തില്ല. എന്താ ഫറവോനെ അടുക്കാത്ത? ഇനി ആ കാവലിനകത്ത് ഒരു കാര്യം കൂടെ താഴെയുണ്ട്, അതുകൂടെ ഒന്ന് വായിക്കണം. പുറപ്പാട് പുസ്തകം 14-20 വാക്യം. രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേല്യരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ആർക്ക്? മിസ്രൈമ്യർക്ക്. ഫറവോനും കൂട്ടർക്കും മേഘവും അന്ധകാരവുമായിരുന്നു. അന്ധകാരവും. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി. ഇവർക്കോ രാത്രിയെ പ്രകാശമായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ആർക്കും ഭേദിക്കാൻ വയ്യാത്ത ഒരു സ്ട്രോങ് കാവൽ അവിടെ വെളിപ്പെട്ടു. ഓ ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോടൊക്കെ ദൂത് പറയാം. ലോർഡ്, ഇന്ന് രാത്രിയിലും നീ സേഫാ, ഇന്ന് രാത്രിയിലും നീ സുരക്ഷിത സ്ഥലത്താ, ഇന്ന് രാത്രിയിലും നീ ദൈവത്തിന്റെ സുരക്ഷിത സ്ഥലത്താ. ദൈവത്തിന്റെ മുഴുക്കാവൽ നിന്റെ പേരുണ്ട്.
നിന്നെ നശിപ്പിക്കാൻ ആരൊക്കെ എഴുന്നേറ്റിട്ടും, ആരൊക്കെ ആഭിചാരം ചെയ്തിട്ടും, ആരൊക്കെ നേർച്ച കാഴ്ച നടത്തിയിട്ടും നിന്നെ തൊടാത്തതിന്റെ രഹസ്യം നീ ഒരു സ്ട്രോങ് കാവലില. ലോർഡ് ലോർഡ് ലോർഡ്, ഓ ഹല്ലേലൂയ. രാത്രി മുഴുവൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അടുത്തത് വായിക്കണ്ട, ഞാൻ പറയാം. ഇതെല്ലാം കണ്ടപ്പോൾ മോശ ഉപദേശി പോയി കിടന്നു ഒറ്റ കരച്ചിൽ ദൈവത്തിന്. ഈ മോശയ്ക്ക് കരയാനേ അറിയോ, അതൊരു വലിയ വിടുതല. ദൈവം ചോദിച്ചു, നീ എന്തോ എന്നാടാ കരയുന്നത്? വടിയെടുത്ത് കടലിനെ രണ്ടായി വിഭജിക്കുക. അതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. നിന്നെ ഒരു അധികാരത്തിന്റെ വടിയേൽപ്പിച്ച ഇറക്കിയത്. നിന്റെ മുമ്പിൽ വരുന്ന എല്ലാ തടസ്സവും ആ വടിയുടെ മുമ്പിൽ വഴിമാറും. ആ വടി ഒരുപക്ഷെ നിന്റെ പ്രാർത്ഥനാപരമായിരിക്കും, ആ വടി നിന്റെ പ്രവചനപരമായിരിക്കും, ആ വടി നിന്റെ വചനധ്യാനമായിരിക്കാം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, അതിന്റെ മുമ്പിൽ വഴിമാറാത്ത ഒരു നിങ്ങൾ കണ്ടിട്ടില്ലയോ? ഈ ചിലര് ദൈവവുമായിട്ട് ഭയങ്കര അടുത്ത ബന്ധത്തിലാണ്. അടുത്തിരിക്കുന്നവരോട് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. എങ്ങനെയുണ്ട്? കയ്യടി ബന്ധമാണോ, അന്യഭാഷ ബന്ധമാണോ, സ്നാനജലത്തിന്റെ ബന്ധമാണോ, പെന്തിക്കോസ്ത് സഭ മെമ്പർഷിപ്പിന്റെ ബന്ധമാണോ? അല്ല, ഇതൊന്നും അല്ല ബന്ധം. ആഴമേറിയ ഒരു ബന്ധം. ഒരാമയും വരുന്നില്ല. അവൻ നിന്റെ ബന്ധം ദൃഢപ്പെടുത്തിക്കോണം. ആർക്കു വേണ്ടിയും ചെയ്തില്ലെങ്കിലും നിനക്ക് വേണ്ടി ചില കാര്യം ചെയ്യും. ഓ ഗ്ലോറി ടു ഗോഡ്. ഞാൻ ഒരിക്കല് സ്തോത്രം, ഒരു ദൈവദാസൻ എന്റെ അടുക്കല്, ഹല്ലേലൂയ സ്തോത്രം, ആമി ഇരിക്കുക. ആ ദൈവദാസന്റെ അടുക്കല് എൻ്റെ അടുക്ക പ്രാർത്ഥിച്ച ഒരാള് ആ പുള്ളിയുടെ അടുക്ക ചെന്ന് പറഞ്ഞു, എൻ്റെ മോടെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കണം. ആ പുള്ളി അന്നേരം ആ പുള്ളിയോട് പറയുക, ഞാനെൻ്റെ ചെവിക്ക് കേട്ടുകൊണ്ടിരിക്കുക, ബ്രദറെ പേടിക്കണ്ട, ആര് പ്രാർത്ഥിച്ചാലും കേൾക്കാത്ത വിഷയം ഞാൻ പ്രാർത്ഥിച്ച അപ്പം കേൾക്കും. ഞാൻ അടുത്ത ആളിന്റെ വല്ല പ്രാർത്ഥന നിർത്തി, എന്നിട്ട് ആ പുള്ളിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുക. പുള്ളിയുടെ ധൈര്യം കണ്ടോ? ആര് പ്രാർത്ഥിച്ചാലും കേൾക്കാത്ത കാര്യം ഞാൻ പ്രാർത്ഥിച്ച അത് അവന്റെ വ്യക്തിപരമായ ധൈര്യ. നിങ്ങളിൽ എത്ര പേർക്കൊരു ധൈര്യമുണ്ട്? ആരും പറഞ്ഞിട്ട് കേൾക്കാത്ത കാര്യം ഞാൻ കർത്താവിനോട് പറഞ്ഞാൽ. ഓ ഹല്ലേലൂയ. ഇന്ന് ഇവിടുന്ന് പോകുമ്പോ ധൈര്യശാലിയായിട്ട് പോകാവൂ. നീ ഒറ്റയ്ക്കല്ല, നിന്റെ മേലൊരു നിഴല് നിപ്പുണ്ട്. ഓ നിന്റെ ചിറകിന്റെ നിഴലിൽ എന്നെ ഒന്ന് മറയ്ക്കണേ കർത്താവേ. ഹല്ലേലൂയ. ആമീൻ. ചിലതൊക്കെ അടുക്കാതെ വണ്ണം അവയുടെ മധ്യം വന്നു. മിസ്രൈമ്യർക്ക് ഒരു അത്ഭുതമായി. എടാ മിസ്രൈമി, ഞങ്ങളുടെ കിടക്കുമ്പോൾ ഇവന്മാർക്ക് ഇത്രയും ധൈര്യമില്ലായിരുന്നു. ഈ കാവൽ എവിടുന്ന? ഉത്തരം, വിളിച്ചിറക്കിയവൻ വഴിയിൽ തള്ളത്തില്ല. വേണ്ട കാവലെല്ലാം തന്ന് നീ ഇറങ്ങിയതൊരു സത്യത്തിന്റെ പുറകെയാ. നീ ഇറങ്ങിയത് വിശുദ്ധിയിൽ ജീവിക്കാനാ. നീ ഇറങ്ങിയത് വേർപാടിൽ ജീവിക്കാനാ. നീ ഇറങ്ങിയത് ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനമെന്ന് പറഞ്ഞ് ജീവിക്കാനാ. ഇപ്പൊ വന്നതിനേക്കാൾ വലിയ പ്രതിസന്ധി വന്നാലും നീ കുലുങ്ങില്ല. അതിനൊന്നും നിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. നീ അതുപോലെ വലിയ കാവലില്ല. ഓ ജീസസ്. ബൈബിൾ വാക്യമുണ്ട്, യഹോവയുടെ ദൂതന്മാർ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ വിടുവിക്കുക. നാട്ടുകാർ നിന്നെ പുച്ഛിക്കുമ്പോൾ, കൂട്ടുകാർ നിന്നെ നിന്ദിക്കുമ്പോൾ, സ്നേഹിതർ നിനക്കെതിരെ അപവാദം പറയുമ്പോൾ, നിന്നെ ഒതുക്കാൻ നോക്കുമ്പോൾ നിനക്ക് ചുറ്റും കാവലായി നിൽക്കുക ദൂതന്മാർ. യേശുവിന്റെ നാമത്തില് ഞാൻ ദൈവത്തിന്റെ കാവലിലാണ്. ഞാൻ ദൈവത്തിന്റെ കാവലിലാണ്. ഞാൻ ദൈവത്തിന്റെ കാവലിലാണ്. ഞാൻ ഈ ദൂതെല്ലാം എടുക്കുമ്പോൾ പറയാം, നിഴലിൽ പാർക്കുന്നവരുടെ ലൈഫിൽ വീണ്ടും എന്തോ സംഭവിക്കാൻ പോവാ. വീണ്ടും എന്തോ സംഭവിക്കാൻ പോവാ. നിന്റെ വീട്ടിൽ ചിലത് സംഭവിക്കുമെന്ന് ചിലർ നോക്കിയിരിക്കുന്നത്, അതല്ല, അസാധാരണമായതെന്തോ. ഓ ആമി ആമി ഇതുവരെ വിളയാത്ത ചിലത് ഇനിയും നിന്റെ ലൈഫിൽ വിളയാൻ പോവാ. ഇതെന്തൊരു അത്ഭുതമെന്ന്. യെസ്, നിന്റെ ലൈഫ് വേസ്റ്റ് അല്ലെന്ന് തെളിയിക്കാൻ പോവാ. നിന്റെ ലൈഫ് പരാജയമല്ലെന്ന് തെളിയിക്കാൻ പോവാ. നിന്റെ ലൈഫിൽ യെസ്